ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഓം ശ്രീമാത്രേ നമഃ. 18ാമത്തെ നാമമായ വക്ത്രലക്ഷ്മി പരിവാഹ ചലന്മേനാഭലോന എന്ന നാമത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഭഗവതിയുടെ കണ്ണുകളെക്കുറിച്ചാണ് വാഗ്ദേവതമാര് ഈ നാമത്തിലൂടെ വർണ്ണിക്കുവാൻ ശ്രമിക്കുന്നത്. വാഗ്ദേവതമാര് ഈ നാമത്തിലൂടെ ലളിത ത്രിപുര സുന്ദരിയുടെ അഭൗമമായ കണ്ണുകളുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അതെങ്ങനെയാണ്, ഏത് നാമത്തിലൂടെയാണ് വർണ്ണിക്കുന്നത്? വക്ത്രലക്ഷ്മി പരീവാഹ ചലന്മീനാഭലോചന. എങ്ങനെയാണ് നാമം ഉച്ചരിക്കാന്ന് കൃത്യമായിട്ട് നോക്കിക്കോളൂ. ഞാൻ 1-2 പ്രാവശ്യം ആ നാമം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് പറയാം. വക്ത്രലക്ഷ്മി പരീവാഹ ചലന്മീനാഭലോചന. ഇവിടെ വക്ത്രലക്ഷ്മി എന്ന് പറഞ്ഞ മുഖകാന്തി എന്നാ. മുഖകാന്തി അല്ലെങ്കിൽ മുഖ സൗന്ദര്യം. മുഖ സൗന്ദര്യം അങ്ങനെ ഒരു നദീജല പ്രവാഹം പോലെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവതിയുടെ മുഖകാന്തി അല്ലെങ്കിൽ മുഖ സൗന്ദര്യം ഒരു നദീജല പ്രവാഹം പോലെ അങ്ങനെ ഒഴുകുകയാണ്. ആ ഒഴുകുന്ന നദിയില് മീനുകൾ, തുടിക്കുന്ന മീനുകളെ പോലെ ഉള്ള കണ്ണുകളാണ് ഭഗവതിക്ക് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണങ്ങൾ എന്താണ്? സുന്ദരികളായ സ്ത്രീകളുടെ കണ്ണുകളുടെ സൗന്ദര്യം വർണ്ണിക്കാൻ നമ്മൾ സാമുദ്രിക ലക്ഷണം അനുസരിച്ചും അല്ലെങ്കിൽ കവികളൊക്കെ ആ മീനുകളോട് ഉപമിക്കാറുണ്ട്. സുന്ദരികളായ സ്ത്രീകളുടെ കണ്ണുകളെ മീനിനോട് അഥവാ മത്സ്യത്തോട് ഉപമിക്കാറുണ്ട്. മറ്റൊന്ന് മാൻമിഴി എന്നൊക്കെ പറയാറില്ലേ, മാനിന്റെ കണ്ണുകളോട് ഉപമിക്കാറുണ്ട്. അതുമല്ലെങ്കിൽ താമര പുഷ്പത്തിന്റെ ഇതളുകളോട് ഉപമിക്കാറുണ്ട്. ഇതൊക്കെ സാമുദ്രിക ലക്ഷണം അനുസരിച്ചാണ്. സുന്ദരികളായ സ്ത്രീകളുടെ കണ്ണുകളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുവാൻ അല്ലെങ്കിൽ ആ ഉത്തമ ലക്ഷണത്തെ വർണ്ണിക്കുവാൻ കവികള് ആ കണ്ണുകളെ മീനിനോട് ഉപമിക്കുക. അതുകൊണ്ടാണ് മീനാക്ഷി എന്നൊക്കെ എന്നുള്ള പേരുകൾ വരാനുള്ള കാരണം. മീനാക്ഷി അല്ലേ, സ്ത്രീകൾക്ക് പേരുണ്ട്. മീനിന്റെ കണ്ണോട് കൂടിയവൾ, മീനിന്റെ ആകൃതിയിലുള്ള. അല്ലെ മാൻമിഴി എന്നൊക്കെ കേട്ടില്ലേ, മാനിന്റെ മിഴി. അതേമാതിരി എന്താണ് പത്മദളായതാക്ഷി. പത്മദൾ എന്ന് പറഞ്ഞ താമരപ്പൂവാണ് അല്ലേ. അപ്പൊ ഇതൊക്കെ ഭാരതീയ സൗന്ദര്യ ലക്ഷണ ശാസ്ത്രമനുസരിച്ച് ആ കണ്ണുകളുടെ സൗന്ദര്യം വർണ്ണിക്കുവാൻ സാധാരണ മീനിനോട് ഉപമിക്കാറുണ്ട്. അതിനോട് താരതമ്യം ചെയ്യാറുണ്ട്. ജലപ്രവാഹത്തില് തുടിച്ച് ഒഴുകി നടക്കുന്ന, അതാണതില് ജലപ്രവാഹത്തില്, അതായത് ഭഗവതിയുടെ മുഖത്തെ ആ മുഖകാന്തിയെ അങ്ങനെയാണ് പറഞ്ഞത്. വക്രലക്ഷ്മി എന്ന് പറഞ്ഞാൽ മുഖകാന്തിയാണ്, അല്ലെങ്കിൽ മുഖ സൗന്ദര്യമാണ്. ആ മുഖ സൗന്ദര്യത്തെ ഒരു നദീജല പ്രവാഹം പോലെയാണ് വാഗ്ദേവതമാര് വർണ്ണിച്ചിരിക്കുന്നത്. ആ ആ പ്രവാഹത്തിൽ ഇങ്ങനെ തുടിച്ച് നടക്കുന്ന അല്ലെ തുള്ളിക്കളിച്ച് നടക്കുന്ന ഒരു മത്സ്യത്തിന്റെ ഇതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ജലപ്രവാഹത്തില് തുടിച്ച് ഒഴുകി നടക്കുന്ന മീനുകളുടെ തിളക്കം, ആ ഷൈനിങ്, അത് കാണുവാൻ അതിമനോഹരമാണ് എന്നാണ്. ഇവിടെ മുഖസൗന്ദര്യത്തിന്റെ ഒഴുക്കില് അല്ലെങ്കിൽ പ്രവാഹത്തിൽപ്പെട്ട ചലിക്കുന്ന
മീനുകളെപ്പോലെ ശോഭിക്കുന്ന കണ്ണുകളോട് കൂടിയവൾ. വക്ത്രലക്ഷ്മി പരീവാഹ ചലന്മീൻ ആഭലോചന എന്നുള്ള നാമത്തിന് നമ്മൾ അർത്ഥം കാണുമ്പോൾ അതിങ്ങനെയാണ്: മുഖസൗന്ദര്യത്തിന്റെ ഒഴുക്കില്, വക്ത്രലക്ഷ്മി എന്ന് പറഞ്ഞാൽ മുഖസൗന്ദര്യം അല്ലെങ്കിൽ മുഖകാന്തി, ആ മുഖസൗന്ദര്യത്തിന്റെ ഒഴുക്കില്, പ്രവാഹത്തില്, പരീവാഹത്തില് ചലിക്കുന്ന മീനുകളെപ്പോലെ ശോഭിക്കുന്ന കണ്ണുകളോട് കൂടിയവൾ എന്നാണ് ഭഗവതിയുടെ അഥവാ ത്രിപുര സുന്ദരിയുടെ കണ്ണുകളെ വാഗ്ദേവതമാര് വർണ്ണിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, മീനുകള് തൻ്റെ കുട്ടികളെ, മീൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഭക്ഷണം വായിൽ കൊടുത്തിട്ടല്ല എന്നാ പറയാ. മീനുകള് തൻ്റെ മീൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് നമ്മളൊക്കെ കാണിക്കുന്ന പോലെ വായിൽ ഇങ്ങനെ ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ടൊന്നല്ല അത്രേ. അതിന്റെ നോട്ടമാണത്രേ അതിന്റെ പോഷകാഹാരം എന്നൊക്കെ പറയുന്നത്. അതിനെ നോക്കിയാൽ മതി. അപ്പൊ ആ കണ്ണുകളുടെ ആ നോട്ടത്തിന്റെ പ്രത്യേകത ആലോചിച്ച് നോക്കൂ. കുഞ്ഞുങ്ങളെ നോക്കിയാണ് സാധാരണ അമ്മ മത്സ്യങ്ങളെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ആ നോട്ടത്തിൽ നിന്നും എല്ലാം ലഭിക്കുന്നു എന്നാണ് കവിമാര് പറയുന്നത്. ഇവിടെ ലളിതാ ത്രിപുര സുന്ദരി കരുണ കടാക്ഷ മിഴിയോട് കൂടിയവളാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്നത്, നമ്മൾ ആരാധിക്കുന്ന പൂജിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരിയുടെ കടക്കണ്ണോട്ടം, ആ കരുണ ആർദ്രമായ ആ കടാക്ഷം അല്ലെങ്കിൽ ആ കണ്ണോട്ടം നമ്മളിൽ പതിപ്പിക്കണമേ എന്നാണ്. ആ കണ്ണുകളെ കൊണ്ട് നോക്കിയാൽ മതി. ആ കരുണ കടാക്ഷം ഒന്ന് മാത്രം മതി, നമ്മളുടെ മേലെ ഒന്ന് പതിച്ചാൽ മതി. തീർച്ചയായിട്ടും നമ്മൾ നേടേണ്ട എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നേടാവുന്നതാണ്, അല്ലെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. ആ കരുണ കടാക്ഷം ഒന്ന് മാത്രം മതി. അതാണ് ആ കണ്ണുകളുടെ പ്രത്യേകത എന്നുള്ളത്. ഭക്തർക്ക് നേരെ ആ കരുണ കടാക്ഷം പതിപ്പിച്ചാൽ എല്ലാ അഭിവൃദ്ധിയും ഭക്തന്മാർക്കുണ്ടാവും എന്നുള്ളതാണ്. സൗന്ദര്യ ലഹരിയില് ആചാര്യസ്വാമികള്, സൗന്ദര്യലഹരി എന്ന ആ സ്തോത്ര രത്നത്തില് ആചാര്യസ്വാമികള് കണ്ണുകളെ കുറിച്ച് മാത്രം വർണ്ണിക്കാൻ 10 ശ്ലോകങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ വാഗ്ദേവതമാര് ലളിതാ ത്രിപുരസുന്ദരിയുടെ കണ്ണുകൾ വർണ്ണിക്കാൻ ഒരു നാമമാണെങ്കിൽ, സൗന്ദര്യ ലഹരിയില് ആചാര്യസ്വാമികള് കണ്ണുകളെ മാത്രം വർണ്ണിക്കാൻ, അതിന്റെ മനോഹാരിതയും ഗുണങ്ങളെയും ഒക്കെ വർണ്ണിക്കുവാൻ വേണ്ടി 10 ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. 48 മുതൽ 57 വരെ ഉൾപ്പെടെയുള്ള ശ്ലോകങ്ങൾ 10 ശ്ലോകങ്ങളിലായിട്ട് ആചാര്യസ്വാമികള് ഭഗവതിയുടെ കണ്ണുകളുടെ പ്രത്യേകതയെക്കുറിച്ച്, ഗുണവിശേഷങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അതില് 48ാമത്തെ ശ്ലോകത്തില് തന്നെ പറയുന്നുണ്ട് ആ കണ്ണുകളുടെ ഒരു പ്രത്യേകത. അഹസ്തുതേ സവ്യം തവ നയനമർക്കാത്മകതയാ ത്രിയാമം വാമം തേ സൃജതി രജനീനായകതയാ തൃതീയാ തേ ദൃഷ്ടിർദരദളിത ഹേമാംബുജരുചി സമാധത്തെ സന്ധ്യാം ദിവസ നിശയോരന്തരാചരീം എന്നുള്ള 47ാമത്തെ ശ്ലോകം എടുത്ത് നോക്കിയാൽ കണ്ണുകളെ എപ്രകാരമാണോ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. വാഗ്ദേവതമാര് വക്ത്രലക്ഷ്മി പരീവാഹ ജലന്മീൻ ആഭലോചന എന്നൊരു നാമം കൊണ്ട് വർണ്ണിച്ചതാണെങ്കിൽ, ആചാര്യസ്വാമികൾ 10 ശ്ലോകത്തിലൂടെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ശ്ലോകം ഇതാണ്: അഹസ്സുതേ സവ്യം തവ നയനമർക്കാത്മകതയ എന്നാണ്. അതായത് ഭഗവതിക്ക് 3 കണ്ണുകൾ. ഇടത്തെ കണ്ണുകളെ ചന്ദ്രനെ പ്രതിനിധാനം ചെയ്യുന്നു, വലത്തെ കണ്ണ് സൂര്യനെ പ്രതിനിധാനം ചെയ്യുന്നു, ബ്രൂഹു മധ്യത്തിലുള്ള 3ാമത്തെ കണ്ണ് ത്രിസന്ധ്യയെ പ്രതിനിധാനം ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഈ ശ്ലോകത്തിലെ പ്രതിപാദ്യ വിഷയം തന്നെ അങ്ങനെയാണ്. അഹസ്സുതേ സവ്യം തവ നയനവർക്കാത്മകതയാണ്. സൂര്യനെ പ്രതിനിധാനം ചെയ്യുന്ന വലത്തെ കണ്ണുകൾ കൊണ്ടല്ലയോ ഭഗവതി ദേവി
അഹസ്യനെ പകലിനെ ഉണ്ടാക്കുന്നു. ചന്ദ്രനെ പ്രതിനിധാനം ചെയ്യുന്ന ഇടത്തെ കണ്ണുകൾ കൊണ്ടല്ലയോ ഭഗവതി അങ്ങ് രാത്രിയെ നിർമ്മിക്കുന്നു, സൃഷ്ടിക്കുന്നു. അതേ നേരത്തില് ദരദളിത ഹേമാംബുജ രുചി, പാതി വിടർന്നിട്ടുള്ള ചുവന്ന നിറത്തിലുള്ള ആ എന്താ പറയാ താമര പുഷ്പത്തിന്, പാതി വിടർന്ന താമര പുഷ്പം എന്ന് പറഞ്ഞാൽ മൊട്ടുമാതിരി ഉണ്ടാവും, വിരിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ചുവപ്പ് നിറത്തിലുള്ള ആ ഭ്രൂഹു മധ്യത്തിലുള്ള കണ്ണ് ദിവസ നിശയോരന്തരചര്യം എന്നാണ്. അതായത് സമാധത്തെ സന്ധ്യാവുന്ന സന്ധ്യയെ പ്രതിനിധാനം ചെയ്യുന്നു. എങ്ങനെ? ദിവസ നിശയോരന്തരചരിന്ന്, പകലും രാത്രിക്കും ഇടയിലുള്ള ആ സന്ധ്യാസമയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്നാണ്. അതേമാതിരി അവസാനിക്കുന്ന 58-ാമത്തെ ശ്ലോകത്തില് ദൃശാദ്രാഘീയസ്യാദരദളിത നീലോൽപലരുച ദേവീയാംസം ദീനം സ്നാപയ കൃപയാ മാമപി ശിവേ അനേനായം ധന്യോ ഭവതി നടചതേ ഹാനിരിയത വനേവാഹർമ്യേവ സമകര നിപാതോ നിപകര എന്ന ശ്ലോകത്തിലൂടെയാണ്, 10-ാമത്തെ ശ്ലോകത്തിലൂടെയാണ് ആ കണ്ണുകളുടെ വർണ്ണന ആചാര്യസ്വാമികൾ നിർത്തുന്നത്. അപ്പൊ എത്രയെത്ര വർണ്ണിച്ചാലും മതി വരാത്ത അഴകാണ് ലളിത ത്രിപുര സുന്ദരിയുടെ കണ്ണുകൾക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.